ഡിജിറ്റൽ IRM ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങളും ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. കിയയുടെ ഇന്ത്യയിലെ ഫ്ലാഗ്ഷിപ്പ് ഇലക്ട്രിക് SUV ആയിട്ടുള്ള EV9 ഈ ഒരു ഫീച്ചർ ഉള്ളത്. സാധാരണ മോഡൽ പോലെ റിയർ വ്യൂ ക്യാമറ EV9 താഴെ വരുന്നത്, അതുകൂടാതെ മുകളിൽ ഒരു ക്യാമറ കാണാം. ഇതുവഴിയാണ് HD ക്വാളിറ്റിയുള്ള വീഡിയോ നമ്മുടെ IRM വാഹനം ഓടുമ്പോഴെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 5 മീറ്ററിലധികം നീളം വരുന്ന വാഹനമാണ് EV9. അതുകൊണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് ഏരിയ ആണ് വരുന്നത്. 3 റോയും ഉയർത്തി വെച്ചാൽ നമുക്ക് 333 ലിറ്ററിന്റെ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. തേർഡ് റോ ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 828 ലിറ്റർ ആയിട്ട് വർദ്ധിക്കും. സെക്കൻഡ് റോ കൂടി ഫോൾഡ് ചെയ്താൽ 2393 ലിറ്ററിന്റെ സ്റ്റോറേജ് ഏരിയ നമുക്ക് EV9 ലഭിക്കുന്നുണ്ട്. ഗ്രില്ലിലേക്ക് കയറി നിൽക്കുന്ന ഡിജിറ്റൽ പാറ്റേൺസോട് കൂടിയുള്ള ഇന്റലിജന്റ് ഐസ് ക്യൂബ് LED ഹെഡ്ലാംപ്സ് ആണ് EV9 വന്നുള്ളത്. ഈ എല്ലൊക്കെ എംബ്രാൻ റെഫറൻസ് ആണോ? EV9 എല്ലാ സീറ്റുകളും ഇലക്ട്രിക് ആണ് വന്നുള്ളത്. അതായത് ഡ്രൈവർ സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 18 വേ പവർ അഡ്ജസ്റ്റ് നൽകിയിട്ടുണ്ട്. പാസഞ്ചർ സൈഡ് ആണെങ്കിൽ 12 വേ പവർ അഡ്ജസ്റ്റ് നൽകിയിട്ടുണ്ട്. സെക്കൻഡ് റോയിലെ ക്യാപ്റ്റൻ സീറ്റുകൾ രണ്ടും 8 വേ പവർ അഡ്ജസ്റ്റ് ആണ് നൽകിയിട്ടുള്ളത്. തേർഡ് റോയിലെ റിക്ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പവേർഡ് ആണ് നൽകിയിട്ടുള്ളത്. മുന്നിലെയും പിന്നിലെയും 4 സീറ്റുകളിൽ നമുക്ക് വെന്റിലേറ്റർ ഫംഗ്ഷൻ, ഹീറ്റർ ഫംഗ്ഷൻ കൂടാതെ മസാജ് ഫീച്ചർ കൂടി നൽകിയിട്ടുണ്ട്. EV9 സെൻട്രൽ കൺസോളും ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. അതിനകത്തായിട്ട് റിട്രാക്ട് ചെയ്യാൻ കഴിയുന്ന കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇനി സെക്കൻഡ് റോയിൽ ഇരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് ഏരിയയ്ക്ക് വേണ്ടി ജസ്റ്റ് ഇവിടെ ഒന്ന് പുള്ള് ചെയ്താൽ മാത്രം മതി. 99.8 കിലോവാട്ട് ബാറ്ററി പാക്കാണ് EV9 വരുന്നത്. 4 വീലും പവർ ലഭിക്കുന്നതുകൊണ്ട് തന്നെ 0 to 100 ഒക്കെ വെറും 5.3 സെക്കൻഡ് മതി എത്താനായിട്ട്. അപ്പോൾ കിയ EV9 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാ? കമന്റ് ചെയ്ത് അറിയിക്കുക.